സൂക്ഷ്മദർശിനിക്ക് ഒരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. ആത്മാവേ പോ. എനിക്കൊന്ന് വരത്തിലെ എബിനായിരിക്കും ഏറ്റവും അടുത്ത് എന്ന് വെച്ചാൽ അങ്ങനെ പോയി പുള്ളി ഇടിക്കുന്നല്ല. ഇനി ഡോണ്ട് ഗെറ്റ് ഇറ്റ് റോങ്. ഉണ്ട്. ഇനി പ്രോബ്ലം ബിറ്റ്വീൻ ദം ഒഴിവാക്കാനല്ലേ സജി. ചെറിയ റോളുകളാണ് സിനിമകളിൽ വരുന്നതെങ്കിൽ പോലും ഭയങ്കരമായത് ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതില് കോമ്പിനേഷൻ ഇസ് ലൈക്ക് കാറ്റ് ആൻഡ് മൗസ് എന്ന് എനിക്ക് പറയാം. ദാറ്റ്സ് ദ ഗെയിം ബിറ്റ്വീൻ ദം ഓൾവേസ്. നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ലക്ക്. ലക്കി സ്റ്റാർ പൂജ. സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇത് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഇതിപ്പോ നമുക്ക് പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു തളത്തിൽ ദിനേശൻ ടച്ച് ഫീൽ ചെയ്യുന്നു. വടക്ക് നോക്കിയന്ത്രമൊക്കെ സിനിമയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്തോ സംശയത്തോടെ നോക്കുന്ന ഒരാളെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. എന്താണ് ശരിക്കും സൂക്ഷ്മദർശിനി? നിങ്ങളുടെ സംശയം കറക്റ്റാണ്. അങ്ങനെ സംശയത്തോടെ സൂക്ഷ്മദർശിനി എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ വളരെ പീസ്ഫുൾ ഫ്രണ്ട്സും വാട്സാപ്പ് ഗ്രൂപ്പും അങ്ങനെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ബേസിലും ബേസിലിൻ്റെ ഫാമിലിയും ആ നെയ്ബർഹുഡിലേക്ക് മാറുമ്പം നടക്കുന്ന വ്യത്യാസങ്ങൾ, അവരുടെ ഋതം മാറുന്നതാണ് കഥ. ഇതിലിപ്പോ കമന്റ്സിലൊക്കെ കാണുമ്പോൾ ഈ പോസ്റ്ററൊക്കെ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ കമന്റ്സിൽ പറയുന്നത് ഞങ്ങൾ കാത്തിരുന്നൊരു കോംബോ എന്നാണ് പറയുന്നത്. ബേസിൽ നസ്രിയ കോംബോ എന്നുള്ളത് ഭയങ്കരമായ ആളുകൾ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഒരു കോംബോയില്. നല്ല പ്രതീക്ഷ. അത് കാരണം ഈ ജയ ജയ ജയൊക്കെ വന്നതിന് ശേഷം ബേസിന്റെ കൂടെ വരുന്ന കോംബോകൾ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ നസ്രിയ പണ്ടേ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് കൂടി ആയതുകൊണ്ട് ഭയങ്കരമായ കോംബോ ഭയങ്കര പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ ഇപ്പം കമന്റ്? ഡെഫിനറ്റ്ലി ഇത് പടം അനൗൺസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അത് വന്നപ്പം അങ്ങനെ തന്നെയാണ് തോന്നിയത്. എല്ലാവരും വാസ് ലുക്കിംഗ് ഫോർവേഡ് ഈ കോംബോ കാണാൻ. ഇതില് കോമ്പിനേഷൻ ഇസ് ലൈക്ക് കാറ്റ് ആൻഡ് മൗസ് എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് ദ ഗെയിം ബിറ്റ്വീൻ ദം ഓൾവേസ്. ഹൈഡ് ആൻഡ് സീക്ക് അല്ലെങ്കിൽ എപ്പോഴും അങ്ങനത്തെ ഇതിൽ നിൽക്കുന്ന ഒരു കോമ്പിനേഷനിലാണ് പടം. ഓക്കെ, പൂജയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം കീർത്തി സുരേഷ് ആവേശം കണ്ടതിന് ശേഷം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് നീ ഒരു ലക്കി സ്റ്റാർ ആണ് എന്നാണ്. അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ റോളുകളാണ് സിനിമകളിൽ വരുന്നതെങ്കിൽ പോലും ഭയങ്കരമായത് ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ലക്കി സ്റ്റാർ ആയി മാറിയോ? അതല്ല, ഞാൻ കിട്ടിയ പടങ്ങൾ നല്ല പടങ്ങളായതുകൊണ്ട് അത് ഹിറ്റായതുകൊണ്ട് എൻ്റെ ഭാഗ്യം. അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പലരും ഒത്തിരി സിനിമകൾ ചെയ്തിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആൾക്കാർ നമുക്ക് അറിയാം, കുറേ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്ന. അപ്പോൾ നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ലക്ക്. അപ്പൊ അതാണ് ആ സിനിമ തന്നെയാണ് എന്നെ ലക്കി ആക്കുന്നത്. ലക്കി സ്റ്റാർ പൂജ. കാരണം ഓരോ സിനിമകളും അങ്ങനെയായിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞ ആവേശത്തിലാണെങ്കിലും കാതലിലാണെങ്കിലും ഒക്കെ ഭാർഗവി നിലയം എല്ലാത്തിലും ചെറിയ വേഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് വലിയ കാര്യമല്ല. അപ്പൊ ഈ സൂക്ഷ്മദർശിനിയിൽ എങ്ങനെയാണ് ഇതും ശ്രദ്ധിക്കപ്പെടുമോ? അത് പെടുവായിരിക്കും, പെടണം എന്നാണ് ആഗ്രഹം. ബോത്ത് മോർ ദൻ ലക്കി സ്റ്റാർ. എനിക്ക് തോന്നുന്നത് പൂജ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും പൂജ തന്നെയാണ് ചെയ്യേണ്ടത്. ഐ തിങ്ക് ഷീ ഡസ് ഇറ്റ് ദ മോസ്റ്റ്. ഇപ്പം സൂക്ഷ്മ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അത് പൂജ അല്ലാതെ അസ്മയായിട്ട് ഐ കാൺ തിങ്ക് ഓഫ് എനി വൺ. ഇരിക്കട്ടെ പോകുന്ന വഴിയല്ലേ കുറച്ച് നേരെ അഖിലയിലേക്ക് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് നമ്മുടെ. ഞാൻ മാത്രമേ ഉള്ളൂ ലോക്കൽ സ്റ്റാർ. രാജമൗലിയൊക്കെ പ്രശംസിച്ച് കഴിഞ്ഞു. അതെ, കാർത്തികേയനെ ഭയങ്കര ഇഷ്ടമാണ് രാജമൗലിക്ക്. അപ്പൊ എങ്ങനെയുണ്ട് കരിയർ? ഇപ്പൊ ഭയങ്കര ബ്രൈറ്റ് ആയി നിൽക്കുകയാണ്. അതെ, പ്രേമലുവിന് ശേഷം ഗ്രാഫ് ഉയർന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആവേശവും പ്രേമലും രണ്ടും നമ്മുടെ പ്രൊഡക്ഷനാണ്. ജസ്റ്റ് അതിന്റെ ഇടയിൽ കൂടെ. അതെ, അപ്പം അതിനുശേഷം ഉണ്ടായ മാറ്റത്തിൽ ഭയങ്കര അഭിമാനവും സന്തോഷമുണ്ട്. നസ്രിയ എന്തായിരുന്നു പറഞ്ഞത് പ്രേമലുവിന് ശേഷം? നന്നായിട്ടുണ്ട്. പ്രേമലുവിന് ശേഷം എന്താ പറഞ്ഞേ? കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലാന്ന്. സന്തോഷം പ്രകടിപ്പിച്ചായിരുന്നു എല്ലാവരും. സക്സസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. അപ്പൊ അന്ന് ശരിക്കും പ്രേമലു ഇത്ര ഒരു വിജയമാവുക, അതിനുശേഷം എടുക്കുന്ന സിനിമകൾ അതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ഓരോ സിനിമകൾ വരുമ്പോഴും പ്രേമലു ഒരു ഹൈപ്പ് തന്നിട്ടുണ്ടല്ലോ. അല്ല, ഹൈപ്പ്
ഉണ്ടെന്ന് വെച്ചിട്ട് ഇനി വരുന്ന സിനിമകളെല്ലാം അങ്ങനെ ഒഴിവാക്കി അങ്ങനെയല്ല. നല്ല ക്യാരക്ടർ ഏതായാലും അത് ചെയ്യണം എന്നാണ് ആഗ്രഹം. അത്രേ ഉള്ളൂ. മെറിനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സൂക്ഷ്മദർശിനി ഫീൽ ചെയ്യുന്നത്? കാരണം മെറിൻ ഓരോന്ന് തിരഞ്ഞെടുക്കുമ്പോഴും മെറിൻ പറയാറുണ്ട്, എൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് എന്നെ എത്രത്തോളം ആളുകൾ അറിയുന്നു എന്നതിനേക്കാൾ ഒരു പാഷനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്, നാടകത്തിലൂടെ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ. എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്? ഇതൊക്കെ എപ്പം പറഞ്ഞു? ബാക്കി ചോദിക്കട്ടെ. അപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നത് സൂക്ഷ്മദർശിനിയിലേക്ക് വരുമ്പോൾ? കരിയർ വൈസ് നോക്കുമ്പം ഈ ടീം എന്ന് പറയുന്നത് ഇസ് ദ ബെസ്റ്റ്. അപ്പോൾ പോസ്റ്റർ റിലീസ് ചെയ്തതിന് ശേഷവും വരുന്ന അപ്രിസിയേഷൻസും വരുന്ന ഇൻസ്റ്റാ ഫോളോവേഴ്സിനൊക്കെ കാണുമ്പോൾ ഐ എം ലൈക്ക് ഓക്കെ, മൈ കരിയർ ഗ്രാഫ് ഇസ് ഗ്രോയിങ് ഹൈ ആൻഡ് ഐ എം ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഐ എം വെരി ഹാപ്പി. ഈ പൂമരത്തിന് ശേഷം പറയുന്നുണ്ടായിരുന്നു, പൂമരത്തിന് ശേഷം അങ്ങനെ ആളുകളൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് വന്ന സിനിമകളിലൂടെയാണ് ആളുകൾ തിരിച്ചറിയുന്നു, സംസാരിക്കുന്നു. ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ആളുകൾ അഡ്വൈസ് ചെയ്യുന്നു, കുറച്ചുകൂടി നല്ല ലുക്കിലൊക്കെ പോകണം എന്നൊക്കെ ആളുകൾ അഡ്വൈസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഓരോ സിനിമകൾ കഴിയും തോറും എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്, ആളുകളുടെ ആ ഒരു തിരിച്ചറിയുന്നതും അതുപോലെ കരിയറിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ? ഭയങ്കര സന്തോഷമല്ലേ, നമ്മൾ ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ റെക്കഗ്നീഷൻ കിട്ടുക ഇതുപോലെ പുറത്ത് പോകുമ്പോൾ. ഓക്കെ, നമ്മുടെ ഇന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇവർക്ക് അറിയാം എന്നെ പോലൊരു ആക്ട്രസ് ഈ ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഒരു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. ശരിക്കും പൂമരാണ് ആക്ടിങ്ങിനോടൊരു ഇഷ്ടം കൊണ്ടുവരുന്നത്? അല്ല, അത് നാടകങ്ങൾ തുടങ്ങുന്ന സമയത്തായിരുന്നു എനിക്ക് അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പാഷനായി കയറിയത്. പിന്നെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക, സിനിമയിലേക്ക് കയറി. ഓരോ ബ്രേക്ക് എടുക്കുന്നുണ്ട്, ഇതിലൊരു ബ്രേക്ക് എടുത്ത് ഇങ്ങനെ വരുമ്പോഴും എങ്ങനെയാണ് ഈ എനർജി ഇങ്ങനെ നിർത്തുന്നത്? ബ്രേക്ക് എടുക്കുന്നുണ്ടോ? എനർജി റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഞാൻ. ഓരോ തവണ വരുമ്പോഴും ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യാറുണ്ട്. അതാ, അപ്പം ഇനി നമുക്ക് ബ്രേക്ക് എന്നുള്ളത് വിടാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സമയം എടുത്ത് വരുന്നേ ഉള്ളൂ. വെൽക്കം ബാക്ക് പറഞ്ഞ ആൾക്കാർ തളർന്നു. നോ മോർ, ഇനി അത് മാറി, അതൊക്കെ കഴിഞ്ഞു. കം ബാക്ക്, വെൽക്കം ബാക്ക്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഏജ് ആൻഡ് ഡേ ഐ ഫീൽ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറ്, നസ്രിയ ആരുടെ കൂടെ ആക്ട് ചെയ്യുന്നോ അവര് പിന്നീട് നസ്രിയയുടെ ഭയങ്കര ഫ്രണ്ടായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതും ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പം പണ്ട് തൊട്ടേ ലൈക്ക് യുനോ ഐ എം കംഫർട്ടബിൾ, നമ്മുടെ വൈബിലും അതേയുള്ള ആൾക്കാരാണെങ്കിൽ ഐ എം യുവർ ഫ്രണ്ട്ലി നെയ്ബർ. എന്ത് പറയാനാ? പക്ഷെ ഓരോരുത്തരും നമ്മുടെ വൈബിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതെങ്ങനെയാ സാധിക്കുക? കാരണം ഐ തിങ്ക് ഞാൻ അവരുടെ വൈബിലേക്ക് പോകുന്നതാന്ന് തോന്നുന്നു. ആരഭിനയിക്കുമ്പോ അവരുടെ ഒക്കെ കൂടെ ഉണ്ടാവാറുണ്ട്, അവരുടെ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസിൽ പോലും നസ്രിയെ കാണാറുണ്ട്. അതെങ്ങനെയാണ് ആ വൈബ്? അങ്ങനെ ചിലർ പറയും ഞങ്ങൾക്ക് ആ വൈബ് കണക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈബ് നോക്കി ഫ്രണ്ട്സിനെ പിടിക്കുന്നവരുണ്ട്. പക്ഷെ നസ്രിയ അങ്ങനെയല്ല, നസ്രിയ എല്ലാവരുടെ വൈബിലും ഉണ്ട്. എങ്ങനെയാണ് അത് മാച്ച് ചെയ്തെടുക്കുന്നത്? അല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നച്ചു അട്രാക്ട്സ് ഹെർ ഓൺ എനർജി. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനർജി കൊടുത്ത് വലിക്കുകയാണ്. അല്ല, ഐ എം ജനറലി എനിക്ക് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പം നാച്ചുറലി ഐ തിങ്ക് ആരും എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചിരുന്നു അങ്ങനെ. ലൈക്ക് ഐ തിങ്ക് ലൈഫ് ഇസ് ടു ഷോർട്ട് ടു നോട്ട് ടോക്ക്. അതുപോലെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു ഞാൻ കേട്ടത്, പൃഥ്വിരാജുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. കാരണം നമുക്ക് പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ കുറച്ച് റൂഡാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നസ്രിയ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് എന്ന് കേട്ടിട്ടുണ്ട്. കൂടെയുടെ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന പോലെ ഉണ്ട്. പൃഥ്വി അങ്ങനെ ഒബ്വിയസ്ലി പൃഥ്വി കുറച്ചുകൂടെ ബ്രദർ ഇസ് എ ലിറ്റിൽ റിസർവ്ഡ് പേഴ്സൺ. അപ്പം ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ പുള്ളി ഒബ്വിയസ്ലി അങ്ങനെ എന്നെ പോലെ തമാശ അടിച്ചിരിക്കണം എന്നില്ല. ഹീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രണ്ട്ലിയസ്റ്റ് പീപ്പിൾ. ഞാൻ പരിചയപ്പെട്ടുള്ള ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പുള്ളിക്ക് എന്നുവെച്ചാൽ എല്ലാവരോടും, പുള്ളിക്ക് അറിയാത്ത ആൾക്കാരോട് റിസർവ്ഡ് ആണ്. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഓ മൈ ഗോഡ്, എനിക്ക് ആക്ച്വലി ബാക്കിയുള്ള ആ സമയത്ത് നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഏകദേശം വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാം. പൃഥ്വിയായിട്ട് ഐ ഡിഡ്ന്റ് നോ ഹിം അറ്റ് ഓൾ. ഞാനൊരു അവാർഡ് ഫംഗ്ഷൻ എന്തോ ദൂരം അങ്ങനെ കണ്ട് അത്ര പരിചയം ഉണ്ടായിരുന്നുള്ളൂ. സോ ബിഗിനിങ്ങിൽ നല്ല സംശയമായിരുന്നു. ചാറ്റ് തുടങ്ങി കുറച്ചു നേരത്തിൽ തന്നെ എല്ലാം തീരുമാനമായി.
പക്ഷെ അതുപോലെ തന്നെയാണ് ബാംഗ്ലൂർ ഡേയ്സ് വരുന്ന സമയത്തും എല്ലാവരുമായിട്ടുള്ള ഒരു കോംബോ, നിവിനാണെങ്കിലും ദുൽഖർ ആണെങ്കിലും അവരുമായിട്ടുള്ള ഒരു കോംബോ ഭയങ്കര രസമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷെ നേരെ ഫഹദിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പോലും അധികം സമ്മതിക്കാറുണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അവസാനം കിട്ടിയില്ലേ? ബാംഗ്ലൂർ ഡേയ്സിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ദാസൻ, ദിവ്യ, അങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് പുറത്തുനിന്ന് അങ്ങനെ ഒരു ഗ്യാങ് ആയിട്ടാണ്. പക്ഷെ അകത്ത് വിയർ ഓൾ ഷാനുവും ഉണ്ടായിരുന്ന ഈ ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ചില്ല് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 3 പേരും കസിൻസ് എന്നുള്ള 3 പേരും ഒരുപാട് ഫഹദുമായിട്ട് ഒരുപാട് നമ്മൾ ഹാങ് ഔട്ട് ചെയ്തിട്ടില്ല, ബിക്കോസ് ക്യാരക്ടേഴ്സും അങ്ങനെ ആയതുകൊണ്ട്. ആ ഒരു സാധനമായിരുന്നു ഞാൻ ചോദിച്ചത്. ഓക്കെ, ബാംഗ്ലൂർ ഡേയ്സിന്റെ വിശേഷം ഇപ്പൊ അല്ലേ? 10 വർഷമായി പഴകും തോറും വീര്യം കൂടുന്നാണല്ലോ. പൂജയിലേക്ക് വരുന്നതാണെങ്കിൽ ഇപ്പം നാടകത്തിലൂടെ വരുന്ന ഒരാള്, സിംഗപ്പൂരിലായിരുന്നു നാടകമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാള്. ഇങ്ങനെ നോക്കില്ലേ? കണ്ടോ, ഈ ഗേൾ ഗ്യാങ് അങ്ങനെയാ പടത്തിലും ഫുൾ ടൈം ആൾക്കാര് വന്ന ഒരാള്. അപ്പോ ഇപ്പൊ ഫഹദിനെ കുറിച്ചൊക്കെ പറയുമ്പോ ആവേശത്തിൽ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഒരു ചെറിയ വേഷമാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യാണ് നമ്മളെ. അപ്പൊ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ആ ഒരു അവിടുത്തെ ഒരു സെറ്റ് അത് ഭയങ്കരമായിട്ട് രസമായിരുന്നു. നിങ്ങൾ ആ ഒരു അഭിനയിച്ച സാധനം അത് ഒറിജിനലി അങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങൾ അഭിനയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് തോന്നിയ ഫഹദ് അധികം മിണ്ടില്ല, ഇതേ പറഞ്ഞ പോലെ റിസർവ് നച്ചിനെ പോലെ അങ്ങനെ ഹലോ ആദ്യം തന്നെ. പക്ഷെ പുള്ളിക്കാരെ ഭയങ്കര അമിക്കബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈ കം ആൻഡ് സേ ഹലോ എല്ലാം ഒരു കംഫർട്ട് ഫീൽ ചെയ്യും പുള്ളിക്കാരൻ്റെ അടുത്ത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന പോലെ തന്നെ ഉള്ളൂ ഫഹദായിട്ട് ചെയ്യുമ്പോഴും. അതായത് ഫഹദ് ഫാസിൽ ഇന്ത്യ മുഴുവൻ വിറ്റുപോകുന്ന അങ്ങനത്തെ ഒരു എനർജിയെ ഫഹദ് ക്യാരി ചെയ്യാറില്ല. ഫഹദ് വളരെ സാധാരണയായിട്ട് നമ്മുടെയൊക്കെ കൂട്ടുകാരെ പോലെ തന്നെ ഒരാളായിട്ടാണ് സെറ്റിലൊക്കെ നിൽക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ സൂക്ഷ്മദർശിനിയുടെ സെറ്റിലോട്ടും ഫഹദ് വന്നപ്പോഴൊക്കെ ഫഹദ് നമ്മളടുത്ത് ഹലോ ഉണ്ടായിരുന്നോ ഇവിടെ അങ്ങനെയാണ്. അപ്പൊ വളരെ ഈസിയാണ് ഫഹദായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു എനർജി എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയിലാണെങ്കിലും ഇപ്പൊ അഖില ആണെങ്കിലും നച്ചുടെ നമുക്ക് 3 പേർക്കാണ് ഒരുമിച്ച് സീൻസ് ചെയ്ത് എനിക്ക് കൂടുതൽ ഇവരുടെ കൂടെ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഇവര് അത്രയും ഓപ്പൺ ആയിരുന്നു. അപ്പൊ നമ്മള് പോസ്റ്റായിട്ട് റൂമിലിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളിങ്ങനെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമ്മള് ഒത്തിരി അങ്ങനെയൊക്കെ. അതായത് ആ ഗ്യാങ് എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു നമ്മള് ഓഫ് സെറ്റും, ലൈക് ലിറ്റിൽ ഹോസ്റ്റൽ നമ്മുടെ ഓൺ ഗ്യാങ് ടോക്സ് വർ ഗോയിങ് ഓൺ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കംറാഡറി ആണ് എനിക്ക് തോന്നുന്നു ചെയ്യുമ്പോഴും ഭയങ്കര എനർജിയാണ്. അപ്പൊ ചിലപ്പോ നമ്മള് ഒറ്റയ്ക്കുള്ള സ്നിപ്പറ്റ്സ് എടുക്കുമ്പം ഡയറക്ഷൻ ടീമൊക്കെ പറയാറ് നിങ്ങൾ 3 പേര് ഒരുമിച്ചുണ്ടാകുമ്പോൾ ആ സാധനം കൊണ്ടുപോവാ, അപ്പൊ അവരെ വിളിക്കുക, അങ്ങനത്തെ ഒരു എനർജി ഈ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ട്. അപ്പൊ അത് ഓരോ സെറ്റിനും അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ബേസിൽ ആക്ടർ എങ്ങനെയായിരുന്നു അത്? ബേസിലായിട്ട് ആക്ച്വലി നമുക്കധികം സീൻസ് ഇല്ല. ഞാൻ ഇപ്പോഴാണ് എനിക്കൊന്ന് മരണമാസം ചെയ്തപ്പോഴാണ് ബേസിലൂടെ അഭിനയിക്കുന്നത്. നമ്മളല്ലെങ്കിൽ ബേസിലൂടെ ഫുഡ് അടിക്കുന്നു, അഭിനയിക്കുന്നത് ഞാൻ കൂടുതൽ മരണമാസിന്റെ സെറ്റിലാണ്. ബട്ട് ഹീസ് എ വെരി ഫൺ പേഴ്സൺ. ഇവര് 2 പേരും ഒരുമിച്ചുണ്ടായ പിന്നെ എല്ലാവർക്കും പിന്നെ മിണ്ടാതിരിക്കാം, നമുക്ക് അതാണ് നൈസ് ഷോ. നമ്മളിങ്ങനെ തുടങ്ങിക്കോളും ആ കൊള്ളാം. ഓക്കെ, ഈ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ലൈഫ് എങ്ങനെ പോയേനെ? ഒരു പക്ഷേ മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് നാട്ടിൽ തന്നെ വല്ല ഏതെങ്കിലും ലാബിലോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാവും. അല്ലാണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എത്തിയതാണ് ഈ ഫീൽഡിലോട്ട്. അല്ലെങ്കിൽ പ്രൊഫഷൻ എന്താണോ അത് ചെയ്ത് ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആദ്യം ഈ ഓഡിഷൻസിന് പോവാന്ന് പറയുന്ന സാധനങ്ങള് അതുവരെ റിജക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം അന്ന് തരുന്ന ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് ഫിലിമിന് ശേഷമായിരുന്നു എന്നുള്ളത്. അതെ, ആ ഓഡീഷൻസിന് അയക്കാറുണ്ടായിരുന്നു. അങ്ങനെ സിനിമയിൽ എത്തണം ഭയങ്കര ആഗ്രഹം കൊണ്ട് അയച്ചത് അല്ല, എന്നാലും അഭിനയം ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അയച്ചതാണ്. പക്ഷെ റിജക്റ്റ് ആവുമ്പോൾ പിന്നെ മടുക്കൂല എന്തായാലും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് അനുരാഗ് ഇത്രയും വൈറലായതും പിന്നെ ആൾക്കാരെ അറിയാൻ തുടങ്ങിയതൊക്കെ. അതിനുശേഷം ഉള്ള ലൈഫ് വേറെ തന്നെയായിരുന്നു.
മെറിനിലേക്ക് വരുമ്പോൾ ഈ ഓഡിഷൻസിന്റെ കാര്യം പറയുമ്പോൾ മെറിന് ഒരുപാട് ഓഡിഷൻസിന്റെ കഥകൾ പറയുന്നുണ്ട്. അപ്പം മെറിൻ തന്നെ പറയുന്നുണ്ട് ഈ റിജക്ട് ചെയ്യപ്പെടുമ്പോഴും എടുക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ റിജക്ട് ചെയ്യപ്പെടുമ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു ത്വരയുണ്ടല്ലോ, ഇത് വേണം എന്നുള്ളത്. ആ എനർജി എങ്ങനെയാണ് കീപ്പ് ചെയ്തെടുത്തോണ്ടിരുന്നത് ഓരോ തവണയും? അതൊരു വല്ലാത്ത ചോദ്യം. കാരണം കുമ്പളങ്ങി നൈറ്റ്സിന്റെ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അതില് അന്നബൻ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു ചെയ്യേണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് അത് പോയപ്പോഴും അതിലൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്ത് അടുത്തതിലേക്ക് പോകാനുള്ള ഒരു എനർജി കീപ്പ് ചെയ്തെടുക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പ്രോജക്റ്റ് ആണെങ്കിലും ഒരു ചിലപ്പോൾ 2 കൊല്ലം മുന്നേ ഒക്കെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സമീറക്കയുടെ ഒക്കെ ഒരു പടം കിട്ടിയിരുന്നെങ്കിൽ, ഒരു അമലേറ്റിന്റെ ഒക്കെ ഒരു പടം കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പം ഞാൻ എന്നിൽ ബിലീഫ് അർപ്പിക്കുന്നിടത്തോളം ഐ ക്യാൻ പുഷ് ഫോർവേഡ്. അപ്പൊ ഈ പറയുന്ന കണക്ക് എത്ര ഗിവ് അപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് വരും. നമുക്ക് റിജക്ഷൻസ് ഒക്കെ കുറച്ച് കിട്ടി കഴിയുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടും. പക്ഷെ പിന്നെയും അപ്പോഴൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എവിടുന്നെങ്കിലും ഒക്കെ ഒരു കോളൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് വരുന്നത്. അപ്പൊ വീണ്ടും നമുക്കത് പുഷ് ചെയ്യാനുള്ള ഒരു എനർജി തന്നെയാണ്. അപ്പം മുന്നോട്ട് ഇനിയും മരിക്കുന്നത് വരെ എനിക്കിത് തുടരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നസ്രിയുടെ പാട്ടുകൾ അതുപോലെ തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന. ഇടയ്ക്കാണ് പാടുന്നതെങ്കിൽ പോലും അത് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പുതിയ പാട്ടുകൾ എന്തെങ്കിലും? ആസ് ഓഫ് നൗ ഒന്നുമില്ല. ഈ ഹിന്ദി എന്റെ പാട്ടുകളൊക്കെ ആക്ച്വലി ഞാൻ അന്ന് രാവിലെ എന്നോട് ചോദിച്ചിട്ട് ഉച്ചയ്ക്ക് പാടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ വരത്തനില് പാടിയത് അങ്ങനെ തന്നെയായിരുന്നു. ഫാദർ ഇന്റർവ്യൂവിൽ പറഞ്ഞത് വരത്തനില് പാടിയത് ഞാൻ പോലും വരത്തനില് അല്ല, അത് ആവേശത്തില് പാടിയതാണ് ഫാദർ അറിയാതെ. വരത്തനില് പാടിയത് അറിയാം, ആവേശത്തിൽ ഹിഡനോ. ഇത് ഞാൻ പറയുന്ന പോലെ സുഷിന്റെ സ്റ്റുഡിയോ എന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ്. അപ്പം ഈ മെൻഷൻ അന്ന് ഒരു 2 പേര് ഫീമെയിലിനെ കൊണ്ട് നീ ഒന്ന് വരണേ, ഒരു 2 ഫീമെയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ വഴിയിൽ പജാമാസിലാണ്, ഹലോ സ്റ്റുഡിയോയിലുണ്ടോ, അന്നാണെങ്കിൽ കയറി പാടിത്തരാന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് ഒട്ടും പ്ലാൻഡോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നു ഒന്നും. ലൈക്ക് ട്രൈ വർക്ക് യൂസ് ചെയ്ത്. വരത്തിന്റെ സമയത്ത് എന്നെ എന്തോ വഴി കണ്ടപ്പോൾ സുഷൻ വിളിച്ചോണ്ട് പോയതാ പാടാൻ. അപ്പം പിന്നെ ബാംഗ്ലൂർ ഡേയ്സിൽ പാടിയത് അത് അഞ്ജു ചേച്ചിക്ക് ആ ക്യാരക്ടറിന്റെ ശബ്ദത്തിൽ തന്നെ ഈ പാട്ട് വേണം എന്നുള്ള. അപ്പം എല്ലാ പ്രാവശ്യവും പാട്ടുകൾ സംഭവിച്ചിട്ടുള്ളത് ഔട്ട് ഓഫ് ദ ബ്ലൂ, അങ്ങനെ ഒട്ടും പ്ലാൻഡ് ആയിട്ടല്ല. ഫഹദിലേക്ക് പാട്ടുകൾ എത്തിക്കുന്നത് നസ്രിയാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം പല ഹിന്ദി പാട്ടുകളും ഫഹദ് ആദ്യമായി കേൾക്കുന്നത് നസ്രിയ പാടുമ്പോഴാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ആണ്. ആണ്, എത്രേ ഉള്ളു അതിന്റെ. അതെ, ഫഹദ് അങ്ങനെ എനിക്ക് ഫഹദിന്റെ ഫോണിലെ ക്യാമറ തന്നെ തുറന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സോ ഈസ് നോട്ട് എ ടെക്കി ഓർ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്തൊന്നും വെക്കാറില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു, നൈസ്. ഓക്കെ, അതുപോലെ ഈ സിനിമകള് ഈ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും എങ്ങനെയാണ് ഈ ക്യാരക്ടർ, ഇപ്പൊ നമ്മളോട് പറയുന്നത് ചെറിയ ക്യാരക്ടർ എന്നായിരിക്കും, അത് ഒരു കഥാപാത്രത്തെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിലൊരു ചെറിയ ക്യാരക്ടർ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കണ്ടെത്താനും അത് ചൂസ് ചെയ്യാനും എങ്ങനെയാണ് സാധിക്കുന്നത്? അത് ഞാൻ ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ല. എനിക്ക് വന്ന സിനിമകളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇനിയും ഒരേപോലത്തെ കഥാപാത്രം വന്നാലും നമുക്ക് മാറ്റി ചെയ്യാൻ ഉള്ളൊരു പറ്റണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ പ്രൊഫഷനാണല്ലോ, ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ചോയ്സിൻ്റെ ഒരു സ്പേസ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം നമ്മൾ കിട്ടുന്നതൊക്കെ ചെയ്യുക, ആ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ രസകരമാക്കാമെന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അല്ലാതെ എപ്പോഴും ഇത് ചെറിയ കഥാപാത്രമാണോ, അത് എന്താ വെച്ചാൽ നമ്മൾ ഒരു വേറൊരു രീതിയിൽ ആൾക്കാർക്ക് അറിയില്ലല്ലോ നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ സിനിമ, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരുന്നത് 2019-ലാണ്. 2020 കോവിഡ് സമയത്താണ് ഞാൻ സിനിമയിലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഈ ഇവിടെ കൊച്ചിയിലെ സിനിമാക്കാരായിട്ട് എനിക്ക് കൊച്ചിയിലെ ഫ്രണ്ട്സ് പോലും ഇല്ല. ഞാൻ കൊച്ചിയിലെ സ്കൂൾ കാലം മൊത്തം ഇവിടെയാണ് വളർന്നത്, പക്ഷെ ആരും ഇല്ല. അപ്പൊ ഈ നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ വർക്ക്ഷോപ്സ് ഒക്കെ എടുക്കുമായിരുന്നു. അപ്പൊ ഈ കുട്ടികളൊക്കെ എന്നെ വിളിച്ചൊരു ചേച്ചി നമുക്കൊരു ചെറിയ വേഷം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിൽ
അങ്ങനെയൊക്കെ വന്ന് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനി ഓപ്പർച്യൂണിറ്റി ക്യാൻ ബി ഇൻടു സംതിങ്. അപ്പൊ അത് ചെയ്യാൻ നമുക്ക് സ്കിൽ വേണം. അത് ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് എന്തൊക്കെ പണിയെടുക്കാൻ പറ്റുമോ അത് നമുക്ക് പണിയില്ലാത്ത സമയത്ത് എടുത്തോണ്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു രീതി. ഈ കാതലിന്റെ ഭാഗമാകാൻ പറ്റിയിരുന്നല്ലോ. അപ്പം അതിന്റെ ഒരു ഓർമ്മ എങ്ങനെയാണ് ഷെയർ ചെയ്യാൻ പറ്റുക? ജിയോബി ലൈക്ക് തലേദിവസം ഒന്ന് വരുന്ന അഭിനയിക്കോ എന്ന് വെച്ചാല് അത് ശരിക്കും പറഞ്ഞാല് നമ്മൾ ആ സമയത്തുള്ള ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയെ പോലെ ഒരാൾ അങ്ങനെ ഒരു റോള് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കി ഒന്നുകൂടിയായിരുന്നു. എങ്ങനെയായിരിക്കും അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതായിരുന്നു എല്ലാവരും ആ സമയത്ത് കൂടി ചർച്ച ചെയ്യപ്പെട്ടത്. ശരിക്കും മമ്മൂക്ക അത് ചെയ്തതുകൊണ്ടും കുറെ കൂടി അത് ചർച്ച ചെയ്തു എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അത് വേറെ ഒരു യങ് പേഴ്സൺ ആണെങ്കിൽ അത്രയ്ക്കും ചർച്ച ചെയ്യപ്പെടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ മമ്മൂക്ക ചെയ്തുകൊണ്ട് ഐ തിങ്ക് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു ആർ ഫ്രം ദ കമ്മ്യൂണിറ്റി. അപ്പം എൻ്റെ കുറേ ഇമ്പോർട്ടൻറ്റ് ടീച്ചേഴ്സ് എൻ്റെ ജീവിതത്തിലെ ആൾക്കാർ, മീൻസ് മെക്സിക്കൻ, അർജന്റീനിയൻ ടീച്ചേഴ്സ്, അങ്ങനത്തെയൊക്കെ ഉള്ള ടീച്ചേഴ്സ് ഗേ ആണ്. അപ്പം എനിക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് എനിക്ക് അവർ. അപ്പം അവരൊക്കെ നേടുന്ന ഒരു പ്രശ്നം ഇങ്ങനത്തെ നമ്മുടെ ഒരു സ്ഥാനം ചെയ്യുന്നു. അപ്പൊ എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടെ ആക്സെപ്റ്റൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എസ്പെഷ്യലി മമ്മൂട്ടി അങ്കിളിനെ പോലത്തെ ഒരു വലിയ ഇത്രയും കാലം പുള്ളി പറയുന്ന ഒരുപാട് വിശ്വസിക്കാനും അല്ലെങ്കിൽ അതിനോട് ബിലീവ് ചെയ്യാനും അത് മനസ്സിലാക്കാനും കുറച്ചുകൂടെ ഇറ്റ് ഹെൽപ്സ് ദാൻ എനി അതർ ആക്ടർ ഡു സ്റ്റാർ ലൈക്ക് മമ്മൂട്ടി. പുള്ളിക്കാരന്റെ ഫീലിംഗ് നമുക്കും ഫീൽ ചെയ്യും. പുള്ളിക്കാരന് ഒരു സങ്കടം വരുമ്പോ നമ്മൾ കരഞ്ഞു പോകുന്നു. നമ്മുടെ വീട്ടിലൊരാൾക്ക് അയ്യോ, അപ്പൊ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നു അത് കാതലിലൂടെ സാധിച്ചു. ആ കരയുന്ന സാധനം പറയുമ്പോ നസ്രി എപ്പോ കാണുമ്പോഴും പെട്ടെന്ന് ഓർക്കുന്നത് പളുങ്ക് സിനിമയില് ആ ഒരു കരയുന്ന ഒരു സീനുണ്ട്. ആ ഒരു വല്ലാത്തൊരു സീൻ ഉണ്ടായിരുന്നു. അതിപ്പോഴും കാണുമ്പോഴും നമ്മള് വല്ലാതെ കരഞ്ഞു പോകുന്ന സീൻ. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. എന്നെ മറ്റാ ശവപ്പെട്ടിയിൽ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടൊക്കെ കിടത്തുന്നൊക്കെ സീനിൽ ഐ സ്റ്റിൽ റിമെമ്പർ മമ്മൂട്ടി അങ്കിൾ. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാകും. എനിക്കപ്പം എത്ര ഐ വാസ് ഇൻ 6th standard 5th standard. മമ്മൂട്ടി അങ്കിൾ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അതിൽ വെന്റ് ഡോണം എന്നിട്ട് ഹി യൂസ് ടു ഹോൾഡ് മൈ ഹാൻഡ് ഷോട്ടിന് മുമ്പ് വരെ. ആക്ഷൻ പറയുമ്പോഴേ വിടൂ, എന്നിട്ട് ഉടനെ അത് മാറ്റിയിട്ട് എണീപ്പിക്കും. പുള്ളി ഭയങ്കര പേഴ്സൺ. എനിക്കിപ്പം എൻ്റെ പൊന്നേന്ന് പറഞ്ഞാൽ കരയുന്നതിൽ ഐ റിയലി ഫെൽറ്റ് ലൈക്ക് മൈ ഡാഡ് ക്രൈയിങ് ഔട്ട്. ലൈക്ക് അങ്ങനെയായിരുന്നു ആ ഫുൾ ജേർണിയിൽ. ഐ റിമെമ്പർ വെരി വെൽ മമ്മൂട്ടി അങ്കിളിൻ്റെ കൂടെ. ഇപ്പോഴും ആക്സസ് ഉണ്ടല്ലോ അവിടെ, ആക്സസ് കാർഡ്, ആക്സസ്. യെസ്. അഖിലേക്ക് വരുമ്പം ഇപ്പൊ അഖില കാസർഗോഡായിരുന്നു ആ സമയത്തൊക്കെ. ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അഖിലയുടെ. അപ്പൊ അഖില പറയുന്നുണ്ടായിരുന്നു കാസർഗോഡാണ്, അപ്പൊ എങ്ങനെയാണ് ഇനി പയ്യന്നൂര്, അപ്പൊ എങ്ങനെയാണ് ഇനി മൂവിയിലേക്ക് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവിടെ ഓഡിഷനിലേക്കൊക്കെ കൊച്ചിയിലേക്ക് വരുമ്പോഴാണെങ്കിലും ഞാനിങ്ങനെ വല്ലാതെ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ കൊച്ചിയിലേക്ക് മാറി എന്ന് പറയുന്നു. മാറി. അപ്പൊ പുതിയ പ്രൊജക്ട്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? പുതിയത് ഇപ്പൊ പ്രേമലു 2 ഉണ്ട്. പിന്നെ വേറെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. പ്രേമലു 2 അത് അവിടെ നിന്ന് കിട്ടിയില്ലോ. അത് ഹിന്റ് കൊടുത്തതാണല്ലേ? അത് ഞങ്ങള് എല്ലാരും വെയിറ്റ്. അതിന്റെ പല കഥകള് ട്രോളുകളായിട്ട് വരാറുണ്ട്. ഇനി ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നേ, അനശ്വര എൻട്രി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. എനിക്കും കൂടുതലൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗിരീഷേട്ടനും. പല ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വരുമ്പോ വെയിറ്റിംഗ് ആണ്. ഗിരീഷേട്ടൻ ഓൾമോസ്റ്റ് റെഡി ആണെന്ന് തോന്നുന്നു. അതുപോലെ രോമാഞ്ചം 2 ആളുകൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ആത്മാവേ പോ. സെക്കൻഡ് പാർട്ടുകൾ ഇങ്ങനെ ഇനി സൂക്ഷ്മ ദർശനിക്ക് ഒരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്കോപ്പ് ഉണ്ട്. ഒരു തേർഡ് പാർട്ടിന് ഞാൻ കാണുന്നു. അത് ഈ പ്രേമലുവിന് പറയാൻ കാരണം നിങ്ങളുടെ വർക്ക്ഷോപ്പ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കോംബോ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ ആ കോംബോ, നിങ്ങളുടെ ആ സൗഹൃദം അത്രയും
ഡീപ്പ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത് നമുക്ക് ആ സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തത്. ശരിക്കും ആ വർക്ക്ഷോപ്പ് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? ശരിക്കും അത് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പാണ് അത്രയും എനിക്ക് തോന്നുന്ന നല്ലൊരു ഔട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഗിരീഷേട്ടനായാലും ഗിരീഷേട്ടൻ്റെയും നസ്ലിൻ്റെയും സംഗീതൻ്റെ അങ്ങനെ എല്ലാവരുടെ ഇടയിലൊക്കെ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് സ്റ്റേ ചെയ്തിരുന്നതും, ഒരേ അപ്പാർട്ട്മെന്റിലായിരുന്നു സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കും, അന്ന് നടന്നതിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് കുക്ക് ചെയ്യും ഞങ്ങൾ. അങ്ങനെ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ. അതെന്തായാലും പടത്തിന് നന്നായിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും സീനൊക്കെ ചെയ്യുകയാണെങ്കിലും ആദ്യം ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഗിരീഷേട്ടനായിട്ടൊരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മളത് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തമാശകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ സീനിലോട്ട് കയറി വരും. ഇംപ്രവൈസേഷൻസ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഡിങ് ചെയ്ത ഏതെങ്കിലും സീൻസ് ഓർമ്മയുണ്ടോ? ഈ നമ്മുടെ യയ്യ സോങ്ങിൽ നസ്ലിന്റെയും സംഗീതേട്ടന്റെയും എക്സ്പ്രഷൻ ഇതൊക്കെ അവര് ചെയ്തതാണ്. സ്ക്രിപ്റ്റിൽ അങ്ങനെയൊന്നുമില്ല. അതായത് മമിത ഡാൻസ് കളിക്കുന്നു, ആദ്യം ഇത് ചെയ്യുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും പൊളിയുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കി എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ, അതായത് ഇവരുടെ എല്ലാവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ, അതായത് നല്ലൊരു കോമ്പറ്റീഷൻ ആണ്. അതായത് നസ്ലിനും സംഗീതേട്ടനും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്യാമേട്ടന് തോന്നും എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ ശ്യാമേട്ടൻ കൈ നിന്നിട്ടതാണ് ആ ഓടക്കുഴൽ എറിഞ്ഞിട്ട് ആ പുരുകി ഇങ്ങനെ പൊക്കണ സാധനം ക്യാച്ച്, അതൊക്കെ ശ്യാമേട്ടൻ കൈ നിന്ന്. അങ്ങനെ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് നന്നാക്കണം, എനിക്ക് നന്നാക്കണം, അയ്യോ ഇത് കൊള്ളാലോ, അപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്യാലോ, ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഓക്കെ. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ കാളിദാസ് ജയറാമായിട്ടുള്ള ഒരു കോംബോ അതിനെങ്ങനെയാണ്? കണ്ണൻ ഇനി എന്താ എനിക്ക് മനസ്സിലായില്ല. ഹാപ്പി സർദാർ ഞാൻ മിണ്ടിട്ടൂലല്ലോ, പക്ഷെ എല്ലാ ഇന്റർവ്യൂലും വന്ന് ഇവര് കോംബോയെ പറ്റി ചോദിക്കും. പൂമരത്തില് 2 കോളേജ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പരിചയം ഉണ്ടായില്ല. ഹാപ്പി സർദാറിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊന്നും എനിക്കൊന്ന് കണ്ണന്റെ അടുത്ത് മിണ്ടെങ്കിലും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ആക്ടേഴ്സിന്റെ ഒരു കെമിസ്ട്രി അവിടെ വർക്കായി. പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഉണ്ട്, അല്ലാതെ വലിയൊരു സംഭവം. എനിക്കൊന്ന് മെറിന് ഭയങ്കര പ്രതീക്ഷയുണ്ട് സൂക്ഷ്മദർശിനി നൽകുന്നുണ്ട് ഫീൽ ചെയ്യും. കാരണം ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണെങ്കിലും സൂക്ഷ്മദർശിനിയിൽ വല്ലാതെ കണ്ണു നട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്യാരക്ടർ അത്രയ്ക്കും ശ്രദ്ധിക്കപ്പെടുന്നു ഭയങ്കരമായിട്ട്. നേരെ എന്റെ മുന്നിൽ ഈ പോസ്റ്റർ ആണല്ലോ, അപ്പൊ ഞാൻ വിചാരിക്കും സൂക്ഷ്മദർശിനിയെ പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ ഇതുവരെ, ഞാനിങ്ങനെ നാച്ചുറലായിട്ട് തിങ്ക് ചെയ്തതല്ല ഒന്നുമില്ല. പക്ഷെ യെസ്, സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര പ്രതീക്ഷ വരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ബാക്കി ഇനിയെല്ലാം സർവേശ്വരന്റെ കയ്യിൽ. എങ്ങനെയായിരുന്നു ഈ ഒരു ക്യാരക്ടർ തേടിയെത്തുന്നത്? അതും ഇതുപോലെ നമ്മൾ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അഞ്ചക്കള്ളക്കോക്കൻ്റെ റിലീസൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ട്, ട്വിങ്കിളെ താങ്ക് യു, ഒരു അസിസ്റ്റന്റ് എഡി. ഓ ട്വിങ്കിളാണ്, ആ ഉത്തരവാദി അവനെ പിടിക്കണമെന്ന്. ട്വിങ്കിൾ വിളിച്ചിട്ട് ഇതുപോലെ ഹാപ്പി അവേഴ്സിന്റെ പ്രോജക്റ്റ് ആണ്. അപ്പൊ ആദ്യം പറഞ്ഞു നസ്രിയ ബേസിലാണ് ലീഡ് ചെയ്യുന്നത്. ബട്ട് ഐ വാസ് ലൈക്ക് ഹാപ്പി അവേഴ്സ് ബേസിൽ ഫൈൻ, ലെറ്റ് ഇറ്റ് ബി. ശരിക്കും ആ കോംബോ ആണോ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്? എനിക്ക് ടീം ഈസ് വാട്ട് ഈസ് എക്സൈറ്റിംഗ്. എല്ലാ പടങ്ങളും നമ്മള് ഫുൾ ടീമാണ്. സമീർ താഹിർ, ഷൈജു ഖാലിദ്, പിന്നെ MC, ബേസിൽ, നസ്രിയ. പിന്നെ എനിക്കൊന്ന് പൂജയായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആയിരുന്നു വർക്ക് ആയില്ല. അതിനുശേഷം ഞാൻ പിന്നെ പൂജയായിട്ട് വീണ്ടും കണക്ട് ആയി. സോ ആവേശത്തില് പൂജയുടെ ക്യാരക്ടർ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് വന്ന് നമ്മൾ ഇത് ചെയ്യുമ്പം എല്ലാവരും നമ്മൾ ആക്ടേഴ്സായിട്ട് അഡ്മയർ ചെയ്യുന്ന കുറെ വലിയ വലിയ ടീംസ് ആണ് ഫുള്ള് സൂക്ഷ്മദർശിനിയിലുള്ളത്. സോ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഞാൻ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫൈനലിന് പടത്തിൽ ഒഴിവാക്കാനല്ലേ സജി? ഈ പരസ്പരം ഒരു ക്രിറ്റിസിസം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഫഹദ് ആണെങ്കിലും നസ്രി ആണെങ്കിലും ഫിലിം ഫീൽഡിലുള്ളവരാണ്. പരസ്പരം ഒരു ക്രിറ്റിസിസം സംഭവിക്കാറുണ്ടോ ഇടയില്? അഭിപ്രായം യു മീൻ? ചോദിച്ചായിരുന്നോ? നമ്മൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞാൻ 4 വർഷം കഴിഞ്ഞ് വരുന്നിരിക്കുന്നുണ്ട്, ഇവരെന്നെ ട്രെയിൻ ചെയ്യായിരുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ്. നമ്മൾ ആക്ച്വലി ക്രിട്ടിസൈസ്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ക്രിട്ടിസൈസ് ഇസ് സ്ട്രോങ് വേർഡ് ഐ ഫീൽ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ക്രിട്ടിസൈസ് ചെയ്യാറില്ല, അഭിപ്രായങ്ങൾ പറയും ഡെഫിനറ്റ്ലി. അപ്പോൾ അത് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ
നത്തിങ് ഈസ് റിയലി ക്ലോസ് ടു ഹിം. എനിക്ക് തോന്നുന്നു വരത്തനിലെ എബിനായിരിക്കും ഏറ്റവും അടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ പോയി പുള്ളി ഇടിക്കുമെന്നല്ല, ഇനി ഡോണ്ട് ഗെറ്റ് ഇറ്റ് റോങ്, പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. ബട്ട് ഐ എം ജസ്റ്റ് സേയിങ് യാ, അങ്ങനെ ഷമ്മിയും അല്ല ജോജിയും അല്ല പുതിയ പുതിയ സിനിമകൾ രംഗണ്ണൻ ഒട്ടും അല്ല. പുതിയ പുതിയ സിനിമകൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് സൂക്ഷ്മദർശിനിയും തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പൊ അത് തരുന്ന ഒരു ആളുകൾ കാത്തിരിക്കുന്ന കോംബോ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആളുകൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി എന്റർടൈൻമെന്റ് ആണെങ്കിലും ത്രില്ലറുകളൊക്കെ മാറി വരുന്ന ഒരു സമയമാണ്. ത്രില്ലറിൽ നിന്ന് ആളുകൾ കോമഡിയും ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ സൂക്ഷ്മദർശിനി എത്രത്തോളം അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്? സൂക്ഷ്മദർശിനി ഈസ് എ ഫിലിം ദാറ്റ് ഐ എം വെരി പ്രൗഡ് ഓഫ്. ഇത് പറയേണ്ട കഥ തന്നെയാണെന്ന് എനിക്കൊരു സംശയമില്ല. എല്ലാവരും പ്രതീക്ഷയോടെ വന്ന് കാണുമ്പോൾ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആവാത്ത പടം തന്നെയായിരിക്കും. ഇറ്റ് ഹാസ് എവറിത്തിങ് ദാറ്റ് യു ക്യാൻ റിലേറ്റ് ടു, അല്ലെങ്കിൽ ഇപ്പം എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന് പറയാനുള്ളതുമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ കഥയിൽ പറയുന്നത്. അപ്പം നവംബർ 22-നാണ് തിയേറ്ററിൽ എത്തുന്നത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.